ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ കുക്കിംഗ് വീഡിയോസൊന്നും അല്ല കേട്ടോ. ചെറിയൊരു രാവിലെ എഴുന്നേറ്റപ്പോൾ എന്തിങ്ങനെ വെക്കണം എന്നിങ്ങനെ ആലോചിച്ചപ്പം അമ്മ മല്ലിയിലയും പുളിയിട്ട് അമ്മ രസം വെച്ചു. അപ്പോൾ ഇതായാലും ബീട്രൂട്ട് എടുത്തു വെച്ചു. അപ്പം മെഴുക്ക് വട്ടാന്ന് കരുതി അങ്ങനെ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നതും. അപ്പം അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട്. എല്ലാവരും ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മെഴുക്കുവരട്ടി എടുത്ത് ഞാൻ ഉള്ളിയിട്ട് അരിഞ്ഞു അടപ്പത്ത് വെക്കുന്നതിന് മുമ്പ് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെച്ച് ഉപ്പി പറ്റിച്ചെടുക്കാൻ വെച്ചു. എന്നിട്ട് ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. ഇത് അമ്മ വെച്ച മല്ലിയിലയും പുളിയൊക്കെ ഇട്ട് രസം. എല്ലാവർക്കും രസമൊക്കെ ഇഷ്ടമാണ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രസവും. ഇച്ചിരി മീൻ ഫ്രൈ ഒക്കെ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചോറ് നല്ലപോലെ കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എയർ ഫ്രയർ എടുത്തു, അതിൻ്റെ അകത്തെ ഒരു ഇതുണ്ട്, അപ്പോൾ അത് ഞാൻ കഴുകി. ഞങ്ങൾ വല്ലപ്പോഴും എയർ ഫ്രയർ യൂസ് ചെയ്യാറുള്ളൂ. ചിക്കൻ ഫ്രൈ ചെയ്യാനും ഫ്രൈ ഐറ്റംസിനൊക്കെയാണ് ഞാൻ കൂടുതലും എയർ ഫ്രയർ യൂസ് ചെയ്യാറ്. ഞാനൊക്കെ ഇത് മേടിക്കുന്നതിന് മുമ്പൊക്കെ മെഴുക്കുവരട്ടിയൊക്കെ ഫിഷ് ഫ്രൈ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനതൊന്ന് ജസ്റ്റ് ടിഷ്യൂ പേപ്പറിലൊക്കെ ഇട്ട് എണ്ണയൊക്കെ കളഞ്ഞിട്ടാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇത് മേടിച്ചപ്പോൾ എനിക്ക് വലിയൊരു ഭയങ്കര യൂസായിട്ട് എനിക്ക് തോന്നി. കാരണം എണ്ണ നമുക്ക് ഒത്തിരി കുറയ്ക്കായിരുന്നു. അത് ഞാനിപ്പോൾ അതിന് മണ്ടയ്ക്ക് ജസ്റ്റ് ബ്രഷ് വെച്ചൊന്ന് എണ്ണ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒത്തിരി കോരി ഒഴിക്കുകയോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കരിയും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കടപ്പത്തുണ്ടാക്കുമ്പോൾ എണ്ണയ്ക്കകത്ത് കോരി ഒഴിച്ച് ഫ്രൈ ചെയ്ത് എത്ര നേരം എടുത്തിട്ടാവുന്നു ഫ്രൈ ആയി കിട്ടുന്നത്. പക്ഷേ ഇതിലെനിക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് എനിക്ക് പ്രോഡക്റ്റ് തോന്നുന്നുണ്ട്. ആരൊക്കെ എയർ ഫ്രയർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അതെടുത്ത് അതിനകത്ത് എയർ ഫ്രയറിൽ സെറ്റ് ചെയ്യാൻ വെച്ചു. ഇതിനകത്ത് തന്നെ നമുക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ടെമ്പറേച്ചർ എപ്പോഴും കൊടുക്കാറ് 200 തന്നെയാണ് കൊടുക്കാറ്. എന്നിട്ട് ടൈം ഞാൻ മിനിറ്റ് സെറ്റ് ചെയ്ത് ഞാൻ 10 ആണ് സെറ്റ് ചെയ്തത്. പക്ഷേ എയർ ഫ്രയർ തന്നെ അതിന് വേണ്ട കുക്കിംഗ് സമയം അവർ തന്നെ എടുക്കും തോന്നുന്നു. അപ്പോൾ ഞാൻ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാകും. ഓണാക്കി കഴിഞ്ഞപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് മെനു ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത് ഓപ്പൺ ആക്കിയപ്പോൾ 14 മിനിറ്റ്സ് അവർ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞാനിത് യൂസ് ചെയ്യുമ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ഇത് കുക്കായിട്ടുണ്ടെന്ന് പറയും. ഞാൻ പവർ ബട്ടൺ ഓഫ് ചെയ്ത് എടുത്തിട്ട് നോക്കും. എന്നിട്ട് കുക്കായില്ലെന്ന് പറയും. പിന്നെ എടുത്ത് വെക്കുമ്പം ടൈം പിന്നെയും പഴയതുപോലെ കാണിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്താ ഇങ്ങനെയെന്ന് ഞാൻ ആലോചിച്ചു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ എടുക്കുമ്പം ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ടൺ എടുത്ത് കുക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ എടുത്ത് വെക്കുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ടൈം പൊക്കോളും എന്നെനിക്ക് പിന്നെ മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒന്ന് എടുത്ത് നോക്കി, ഒരു 10 മിനിറ്റ്സ് ഒക്കെ 11 മിനിറ്റ്സ് ആയപ്പോൾ എടുത്ത് നോക്കി, കുക്കായിട്ടില്ല. അതിനകത്ത് ഒണിയനിട്ടേക്കുന്നതുകൊണ്ട് അതൊന്ന് കയറി നല്ലപോലെ അങ്ങ് ഫ്രൈ ആയിപ്പോയി. പിന്നെ ഞാനൊരു 3 മിനിറ്റ്സ് ഒക്കെ ആയപ്പോൾ എടുത്ത് നോക്കി, ഓൾമോസ്റ്റ് അത് കുക്കായിട്ടുണ്ട്. എല്ലാവർക്കും എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുന്ന ഇഷ്ടമാണോ എനിക്കറിയില്ല. പക്ഷേ നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന എയർ ഫ്രയർ നല്ലൊരു പ്രോഡക്റ്റാണ്. ഓയിൽ കുറച്ച് യൂസ് ചെയ്ത് നമുക്ക് ഹെൽത്ത് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ലൊരു പ്രോഡക്റ്റാണ് എയർ ഫ്രയർ. അങ്ങനെ എൻ്റെ ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അതുപോലെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. കുക്കിംഗ് വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.